ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കോഡ് പറയാം. കോഡ് ഇത്രേ ഉള്ളൂ: ഉണ്ണി പതാകയുണ്ടാക്കി കേസായി. ഉണ്ണി പതാകയുണ്ടാക്കി കേസായി. എൻ്റെ സുഹൃത്താ ഉണ്ണി. അവൻ ഒരു പതാക ഉണ്ടാക്കി, ഇന്ത്യൻ പതാക ഉണ്ടാക്കി കേസായി പോയി. കാരണം ഇന്ത്യൻ പതാക ഉണ്ടാക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ലൈസൻസ് നമുക്ക് ആർക്കും ഇല്ല. അത് കർണാടകയിലെ ഹുബ്ലിയിലുള്ള ഖാദി ബോർഡിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അത് 4 സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്ന നമ്മുടെ ഈ കോഡെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിൾ, 8 ഷെഡ്യൂൾ അല്ലെങ്കിൽ ടേബിൾ, 22 പാർട്ട് എന്നിവയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അമെൻമെൻറ്റുകളൊക്കെ നടത്തി ആർട്ടിക്കിൾ കൂടി. അതുപോലെ ഷെഡ്യൂള് അല്ലെങ്കിൽ ടേബിൾ 8 മാറി 12 പാർട്ട് 22 മാറി 25. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള നിലവിലെ സ്ഥിതി. അതിൽ പാർട്ടിൻ്റെ ഒരു കോഡാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പാർട്ടിൻ്റെ ആദ്യത്തെ 6 പാർട്ടുകൾ പഠിക്കുക ഒരു എളുപ്പത്തിന്. അതിനുശേഷമുള്ളതും കോഡ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 6 ഞാൻ പറഞ്ഞുതരാം. 6 കോഡാണ് ഉണ്ണി പതാകയുണ്ടാക്കി കേസായി. ഉണ്ണി പതാകയുണ്ടാക്കി കേസായി. അതാണ് ഈ കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല. പാർട്ട് 1 പറയുന്നത് ഉണ്ണി യൂണിയൻ ഗവൺമെൻറ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയനാണ് 1 പറയുന്നത്. ഉണ്ണി പതാക ഉണ്ടാക്കിയ പതാകയുടെ ആ സ്പെല്ലിങ് നോക്കുക. PA താക കേസായി. ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഉണ്ണി യൂണിയൻ. അടുത്ത് പൗരത്വമാണ് 2ാമത്തെ പാർട്ട് പറയുന്നത്. 1 യൂണിയൻ, 2ാമത്തെ പൗരത്വം. 3ാമത്തത് ആ PA അവകാശമാണ് 3ാമത്തത് പറയുന്നത്. അടുത്ത് 4 PA കഴിഞ്ഞു. അടുത്ത് തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങളാണ് 4 പറയുന്നത്. 4 പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങളാണ് 4. അപ്പോൾ ആ കഴിഞ്ഞു. അടുത്ത് വരുന്ന പതാകയിലെ എന്ന് പറയുന്ന കടമകൾ, മൗലിക കടമകൾ. അത് 4A ആണ്, 5 അല്ല, 4A ആണ് മൗലിക കടമകൾ 4A. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ 4A ആയി. അടുത്ത് പതാകയുണ്ടാക്കി കേസായി. പതാകയുണ്ടാക്കിയ കേസാവും. കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്രമാണ് ഏത് പറയുന്നത്? 5 കേന്ദ്രം. കേസായി സംസ്ഥാനം. കേന്ദ്രം കഴിഞ്ഞ പിന്നെ സംസ്ഥാനം. ഇതാണ് ആദ്യത്തെ തുടക്കത്തിലുള്ള 6 പാർട്ട്. ഇത് ഒരിക്കൽ കൂടെ പറയണമെന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കാം. അത് ഒരിക്കൽ കൂടെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചുമ്മാ സമയം കളയണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് പിന്നെ 15ാമത്തെ പാർട്ടൂടെ നിങ്ങൾ പഠിക്കണം. 15ാമത്തെ പാർട്ട് പാർട്ടി, 15ാം പാർട്ടി. അപ്പോഴെന്താ 15ാമത്തെ പാർട്ട് ഇലക്ഷനാണ്. പാർട്ട് 15 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഇപ്പോൾ ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോഴിത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ എന്ത് കാര്യം ഒരിക്കൽ പഠിച്ചാൽ പിന്നെ അത് തിരിഞ്ഞ് നോക്കേണ്ടി വരരുത് എന്ന രീതിയിൽ തന്നെ പഠിക്കണം. എന്നാലേ ഗുണമുള്ളൂ. PSCയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് നമുക്ക് അത്രയ്ക്ക് ധാരാളം പഠിക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് പഠിക്കുന്നത് മനസ്സിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പഠിക്കുന്നത് പിന്നെ മറക്കരുത്. ആ രീതിയിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പാർട്ടുകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.